ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം മരണവും അനന്തര ജീവിതവും എന്നതാണ്. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് കൊതിക്കുന്നത് സ്വതക്ക ചെയ്യാൻ സമയം തരണേ എന്നാണ്. ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന ഒരു മനുഷ്യൻ നെഞ്ച് പൊട്ടി അള്ളാഹുവിനോട് കെഞ്ചുന്നത് റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ എന്നാണ്. അല്ലാഹുവേ, നീ എനിക്കൊരു ചെറിയ സമയം എക്സ്റ്റൻഷൻ തരണേ തമ്പുരാനെ, നീട്ടിത്തരണേ അല്ലാഹുവേ. അങ്ങനെ നീട്ടിത്തന്നാൽ ഫഅസ്സദ്ദഖ, ഞാൻ സ്വതക്ക ചെയ്യുന്നതാണ്. ആ സ്വതക്കയാണ് ഈ സംരംഭത്തിൻ്റെ പേര്. ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് ഒരു മനുഷ്യൻ കൊതിക്കുന്നത് ഞാൻ നിസ്കരിക്കാൻ സമയം തരണമെന്നല്ല, നോമ്പ് നോക്കാൻ സമയം തരണമെന്നല്ല, ഹജ്ജ് ചെയ്യാൻ സമയം തരണമെന്നല്ല, ഉംറ ചെയ്യാൻ സമയം തരണമെന്നല്ല, പിന്നെ എനിക്ക് സദക്ക ചെയ്യാൻ സമയം തരണം അല്ലാഹുവേ. ബഹുമാനപ്പെട്ട സമസ്തയുടെ സമുന്നതനായ കാര്യദർശി, ഇന്ന് മലയാളക്കരയിൽ ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അഗ്രേസന പദം അലങ്കരിച്ചുകൊണ്ട് തലയെടുപ്പുള്ള പ്രൗഢഗംഭീരമായ യശസ് ഉയർത്തി നിൽക്കുന്ന മഹാനായ നമ്മുടെ നേതാവ് ജിഫരി തങ്ങൾ പാപ്പ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ബഹുമാനപ്പെട്ടവരെ പറഞ്ഞില്ലേ, ഇത് അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരു സുഹൃതമാണ്. ഇത് പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്ന ഒരു സുഹൃതമാണ്. നമ്മളാണെങ്കിലോ, ഞാൻ ഇടയിൽ പറയാം, ഒരു യാത്രയിലാണ്. ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയ യാത്രയാ. അത് ആലമുൽ ബുത്തൂനാകുന്ന ഉമ്മയുടെ ഗർഭാശയത്തിൽ 9 മാസം കഴിഞ്ഞവരാണ്. ആലമുദ്ദുന്യാ, ഈ യാത്രയിലെ 3ാമത്തെ സ്റ്റേഷനായ ആലമുദ്ദുന്യയാണിത്. ഇനി 4ാമത്തൊരു സ്റ്റേഷനുണ്ട്, അത് ആലമുൽ ബർസഖാണ്. പിന്നെ 5ാമത്തെ ലോകമാണ് ആലമുൽ ജസാ. ये दुनिया मुसाफिर खाना है, जो आया है उसको जाना है, मरना भी एक बहाना है, और कब्र भी तेरा ठिकाना है. ഇതൊരു യാത്രയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളോ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാരാ, ഇന്നലെ ഒരുപാട് ആളുകൾ മരിച്ചു, നമ്മളതിൽ പെട്ടില്ല. ഇന്ന് ഒരുപാട് ആളുകൾ മരിച്ചു, നമ്മളതിൽ പെട്ടില്ല. പക്ഷേ അതെന്നോട് പറഞ്ഞു,
മിനിഞ്ഞാന്ന് അദ്ദേഹത്തിന്റെ നാട്ടിൽ വാള് കേട്ടിട്ട് തിരിച്ച് വീട്ടിൽ പോയ ചെറുപ്പക്കാരനായ ഒരു സുഹൃത്ത് അരമണിക്കൂറിന്റെ ഉള്ളിൽ മരിച്ചു എന്ന്. ചിന്തിക്കണേ, ചിന്തിക്കണേ. എത്രയെത്ര മരണങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തൃശ്ശൂരിൽ വാള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ വാള് ഏറ്റവും സെറ്റ് വരെ കേട്ടൊരു പ്രിയപ്പെട്ട പെങ്ങളാ. അല്ലാ, വീട്ടിൽ പോയ ഉടനെ മരിക്കുകയാ. വാള് മുഴുവനായി കേട്ട പെങ്ങളുടെ വീട്ടിൽ പോയി മയ്യിത്തായി കിടക്കുന്ന പെങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടാ ഞാൻ എൻ്റെ റൂമിലേക്ക് തിരിച്ചത്. ഇത് 4 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അനുഭവമാണ്. സുബ്ഹാനല്ലാഹ്. പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്ന കാലമാണ്. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ മരിക്കുന്ന കാലമാണ്. ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോ മരിക്കുന്ന കാലമാണ്. പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ മരിക്കുന്ന കാലമാണ്. പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ മരിക്കുന്ന കാലമാ. ഖുതുബക്കടയിൽ ഖതീബ് മരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് മുസ്തഫ നബി പറയട്ടെ, മൻ അറാദ വാഇള ഫൽ മൗതു യക്ഫീ. എന്നെ ഉപദേശിച്ചുകൊണ്ട് നന്നാക്കുന്ന ഒരു ഉത്ബോധകനെ, ഒരു ഉപദേശകനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവൻ മരണത്തെ ഓർക്കട്ടെ എന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആണുങ്ങളെ ഒന്നുറക്കെ ചൊല്ലിക്കോ, മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ കവൾ വെച്ചുകൊണ്ട് മാലോകരുടെ മനനങ്ങൾക്ക് പരിഹാരത്തിന്റെ പർവ്വതാനിയിൽ പുഞ്ചിരി തൂകുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ വിശ്വമാനവികാതയുടെ വിമോചന ഗീതമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നുറക്കെ ആണുങ്ങളെ, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അന്നബി സല്ലല്ലാഹു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണവും അനന്തര ലോകവുമായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ കൽബകത്തെ തൊട്ടുണർത്തുകയാണ്. യാ മനിൽ മൗതു ആയതുഹു, എല്ലാത്തിൻ്റെയും അവസാനമായി മരണം വരിക്കുന്നവനേ. വയാമനിൽ ഖബറു മൻസിലുഹു, ഇന്ന് ആകാശത്തിന്റെ അമ്പളിക്ക് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന കൊട്ടാര സദൃശമായ പ്രവിശാലമായ മനോഹരമായ വീട്ടിൽ സുഗോലുപതയുടെ പറുദീസയിൽ സുഭിക്ഷമായി കഴിച്ചു രസകരമായി കുടിച്ചും അതാ ആഡംബരത്തിൽ ആന്തോളനം കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവനെ, ജീവിക്കുന്നവളെ, നാളെ നിനക്ക് ചെന്ന് കിടക്കാനുള്ളത് ടൈൽസ് കൊണ്ട് ഭംഗിയാക്കിയ, മാർബിൾ കൊണ്ട് മിനുസപ്പെടുത്തിയ, ഗ്രാനൈറ്റ് കൊണ്ട് മൊഞ്ചാക്കിയ പ്രൗഢഗംഭീരമായ കൊട്ടാരത്തിലല്ല, AC സംവിധാനമുള്ള റൂമിലല്ല, ഫാന് കറങ്ങുന്ന ഹാളിലല്ല. സുബ്ഹാനല്ലാഹ്. ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട് ഏകാന്തതയുടെ തടവറയായ കബറായ മണ്ണറയിലാണ്. അവിടെ ഫാനില്ല, AC ഇല്ല, ബൾബില്ല,
ഭർത്താവില്ല, ഭാര്യയില്ല, സന്താനങ്ങളില്ല, ശിഷ്യന്മാരില്ല, ഗുരുനാഥന്മാരില്ല, അയൽവാസികളില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, സംഘാടകരില്ല, സംഗമിക്കുന്നവരില്ല, സന്തോഷിക്കാൻ ആളില്ല. അവിടെ ടി വി ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, ന്യൂസ് പേപ്പർ ഇല്ല, കയ്യിൽ മൊബൈലില്ല. സുബ്ഹാനല്ലാഹ്, മുകൾ ഭാഗത്തൊക്കെ മൂടുകല്ലുകളാ, അതിന്റെ മുകളിൽ മണ്ണുകളാ, അതിന്റെ മേലെ മീസാൻ കല്ലാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളോ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ഈ സത്യത്തിലേക്കാണ് അള്ളാന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൊണ്ടുപോകുന്നത്. യാ മനിൽ ഖബറു മൻസിലുഹു, എല്ലാത്തിന്റെയും അവസാനമായി ഖബറിനെ വീടായി സ്വീകരിക്കുന്നവനെ, പോരാ പോരാ, ഇന്ന് എന്റെ വാള് കഴിഞ്ഞുകൊണ്ട് നിങ്ങളങ്ങ് വീട്ടിലെത്തിയാൽ, ഞാനങ്ങ് റൂമിലെത്തിയാൽ, എത്ര തീഷ്ണമായ ഉഷ്ണമാണെങ്കിലും അത് പമ്പ കടക്കാനുള്ള AC സംവിധാനമുള്ള റൂമിലല്ലേ നമ്മളുള്ളത്, ഫാന് കറങ്ങുന്ന റൂമിലല്ലേ നമ്മളുള്ളത്. സുബ്ഹാനല്ലാഹ്, തലയങ്ങ് വെച്ചാൽ സ്പ്രിംഗ് ആക്ഷൻ ഉള്ള തലയണയല്ലേ, സോഫ്റ്റായ ബെഡല്ലേ. എന്നാൽ നാളത്തെ ഖബറാകുന്ന മണ്ണറയില് നിന്റെ തലക്കടിയിൽ വെക്കുന്ന തലയണ സ്പ്രിംഗ് ആക്ഷൻ ഉള്ള സോഫ്റ്റായ തലയണയല്ല. മണ്ണിനെ തലയണയാക്കുന്നവന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ. ഇത് നാളെ വരുമെന്ന് ഉറപ്പാണല്ലോ. ഇന്നിപ്പോ സുബിയേരെ ജീവിക്കുന്ന നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഉണ്ടോ? ഞാൻ സുബിയേരെ ഉണ്ടാവുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്നലെ എൻ്റെ വാല് കേട്ടാൽ ഇന്ന് കവറിൻ്റെ അടിയില്ല. വാല് കേട്ടോണ്ടല്ല, അതുകൊണ്ട് നീച്ചുകൊണ്ട, സമയമായതുകൊണ്ടാണ്. നീ വാല് കേട്ട ആൾക്കാർ പേടിക്കണ്ട. മിനിഞ്ഞാന്ന് എൻ്റെ വാലിന് സ്വാഗതം പറഞ്ഞ ആൾ ഇന്ന് കബറിൻ്റെ അടിയില്ല. അതുകൊണ്ട് ഇന്ന് സ്വാഗതം പറഞ്ഞ ആൾ പേടിക്കണ്ട എന്ന് പറഞ്ഞാല് അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യന്മാര് രോഗമില്ലാതെ മരിക്കണ കാലം. ഫുജിയത്തുൽ മൗത്ത് അധികരിക്കൽ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് രാവിലെ നാസ്താക്കിയ ഒരാൾ ഇപ്പൊ ഖബറിന്റെ അടിയിലാണ്. ഇത് രാവിലെ പെണ്ണുങ്ങളെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച ആള് ഇപ്പൊ ഖബറിന്റെ അടിയിലാണ്. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇനി ഇന്ന് വേലയേട്ട നമ്മുടെ നാളത്തെ അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ആകെ 3 ദിവസം ഉള്ളത്. ഇന്നലെ അത് കഴിഞ്ഞില്ലേ, ഇന്ന് അതിപ്പോ എത്ര കിട്ടി, നാളെ ഒന്നും പറയാൻ പറ്റൂല. ഈ 3 ദിവസം ദുന്യാവ്. ഇന്നലെ, ഇന്ന്, നാളെ. മഫ്കൂദ്, മഷ്ഹൂദ്, മൗറൂദ്. കഴിഞ്ഞു പോയത് ഇപ്പൊ കാണുന്നത്, ഇനി നാളെ വരാനുള്ളത്. ഇതിൽ കഴിഞ്ഞത് കഴിഞ്ഞു. അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? അവിടെ റിവേഴ്സ് ഗിയർ വീഴൂല. ഇല്ല, കഴിഞ്ഞു. അന്തസ്സുള്ളൊരു ദുനിയാവേ, ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ, അവധി അടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവേ, ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ, അവധി അടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവേ, അടിതെറ്റിക്കും ഇബ്ലീസേ, അടിച്ചിറക്കും നോട്ടീസേ. അടിതെറ്റിക്കും ഇബ്ലീസേ, അടിച്ചിറക്കും നോട്ടീസ്. അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് കുലുമാല പീസ്. അന്തസ്സുള്ളൊരു ദുനിയാവേ. അതൊക്കെയാണ് മലയാള പാട്ടിൽ ഏറ്റവും നല്ല അർത്ഥമുള്ള പാട്ട്. അതൊക്കെ മനോഹരമായ അർത്ഥമുള്ളതാണ്. ഇത് മലയാളക്കരയിൽ ഇത് പാടിയത് രണ്ടത്താണി അംസാക്ക എന്നുള്ള ഒരു ഖവാലി സുൽത്താൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. മരിക്കണേന്റെ 4 ദിവസം മുമ്പ് പാടിയത് ഈ പാട്ടാണ്. അന്തസ്സുള്ളൊരു ദുനിയാവേ, ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ,
അവധി അടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്, അന്തസ്സുള്ളൊരു ദുനിയാവേ. നമ്മളൊക്കെ ഈ ദുനിയാവിലേക്ക് ഒരേ സമയത്ത് ഒരേ ഗർഭാശയത്തിൽ നിന്ന് ഒരേ സ്ഥലത്ത് വന്നവരല്ല, ആണോ? അല്ല. വ്യത്യസ്ത ഗർഭാശയങ്ങളിൽ നിന്ന് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വന്നവരാണ്. എന്നാൽ ഇനി ഒരേ ദിവസം ഒരേ സ്ഥലത്ത് മരിച്ചിട്ട് ഒരേ ഖബറിലേക്ക് പോണവരല്ല. പിന്നെ വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മരിച്ചിട്ട് വ്യത്യസ്ത ഖബറിലേക്ക് പോണവരാണ്. അപ്പൊ ഈ സദസ്സിൽ ഇപ്പൊ ആദ്യം മരിക്കുന്ന ഒരാളുണ്ടാവും. ഇപ്പൊ ഈ സദസ്സിൽ ഞാൻ ചൂണ്ടി കൊടുത്തിട്ടുള്ള ആൾക്കാർ പേടിക്കണ്ട കേട്ടോ, അല്ലേ? നമ്മളിപ്പോ ഈ സദസ്സിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കൂട്ടിയിട്ട് ഇതിലിപ്പോ ആദ്യം മരിക്കുന്ന ഒരാളുണ്ടാവൂലേ? എല്ലാരും കൂടി പോലീസ് ഒപ്പം മരിക്കൂലല്ലോ. അതിപ്പോ ആരും ആവാമല്ലോ, അല്ല? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതിപ്പോ ആരും ആയിക്കൂടെ? ആരും ആവാം. ഒന്ന് ആമീൻ പറയാം. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സേറ്റ്. സദസ്സിൽ ഇരിക്കുമ്പോൾ നല്ല കോലത്തിൽ ഇരുന്നോളി. കുട്ടികളെ കുറച്ച് കസേര ഇവിടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് വാല് കേൾക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ ഇരുന്നിട്ട് വാല് കേൾക്കാണ്. ഈ ഒഴിഞ്ഞ കസേരയാണെങ്കിൽ പ്രഭാഷകന് സ്വാഭാവികമായിട്ടൊരു ഉന്മേഷക്കുറവുണ്ടാവും. അതുകൊണ്ട് പറ്റുന്നവർ ഈ സദസ്സിലേക്ക് കടന്നിരുന്നിട്ട് വാല് കേൾക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. അല്ലാഹു തആല ഹൈറായ കാര്യങ്ങളിൽ തിടുക്കം കൂട്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നമുക്കൊക്കെ അവസരം നൽകട്ടെ. ശത്രുക്കളിൽ നിന്ന് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അപ്പോൾ ചിന്തിക്കണേ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ചിന്തിക്കണേ, കഴിഞ്ഞ സമയം കഴിഞ്ഞതാണ്, അത് തിരിച്ചു വരൂല. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് തന്റെ നാട്ടിലുള്ള ആളുകളെ മുഴുവനും മുആവിയ റളിയല്ലാഹു അൻഹു സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളത് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ഷണിച്ചതെന്ന് പറഞ്ഞു. അതിൽ 200 വയസ്സുള്ള പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. മുടി നരച്ച് തൊലി ചുളിഞ്ഞ് നടുവൊടിഞ്ഞ് വടിയെടുത്തിട്ടുണ്ട്. അത്ര പ്രായമായിട്ടുണ്ട്. ആ മനുഷ്യനെ കണ്ടപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ പ്രായത്തെ ബഹുമാനിച്ചിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും തരാറ്. ഇയാളിപ്പോൾ അല്ലാതൊന്നും ആവശ്യപ്പെടൂലല്ലോ. ഇനിയിപ്പോൾ പെണ്ണിട്ടിച്ച് കൊടുക്കാൻ ഏതായാലും പറയില്ല. പിന്നെ കാരണം അയാൾ പ്രായം 200 ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതും കൂടി ഉദ്ദേശിച്ചിട്ടായിരിക്കും ആ ധൈര്യത്തിൽ പറഞ്ഞത്. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും തരാം. അപ്പം ഇയാൾ പറഞ്ഞു, ഞാൻ ഒരുപാടൊന്നും ആവശ്യപ്പെടുന്നില്ല, ഒറ്റ കാര്യങ്ങൾ ഭരണസ്വാധീനം കൊണ്ട് ചെയ്തു തന്നാൽ മതി എന്നാണ്. എന്താന്ന് വെച്ചു, എനിക്കിപ്പോൾ 200 വയസ്സായല്ലോ, അതിലൊരു കൊല്ലൊന്ന് തിരിച്ചു തരുമോയെന്ന് വെച്ചു. എന്നാലും ഒരു 199 വയസ്സാക്കി തരുമോയെന്ന് വെച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാ പോട്ടെ, എനിക്ക് നഷ്ടപ്പെട്ടതിൽ 1 മാസം നിങ്ങൾ തിരിച്ചു തരുമോയെന്ന് വെച്ചു. അതും എനിക്ക് കഴിയില്ല. പോട്ടെ, എനിക്ക് നഷ്ടപ്പെട്ടതിൽ 1 ആഴ്ച നിങ്ങൾ തിരിച്ചു തരുമോ? അതിനെനിക്ക് കഴിയില്ല. എന്നാ പോട്ടെ, എനിക്ക് നഷ്ടപ്പെട്ടതിൽ 1 ദിവസം നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമോ? മുആവിയ വിറക്കുകയാ. പ്രായാധിക്യത്തിന്റെ ക്ഷീണത്തിൽ കഴിയുന്ന ഈ പടുവൃദ്ധൻ ആവശ്യപ്പെട്ടു, മിസ്റ്റർ മുആവിയ, എനിക്ക് നഷ്ടപ്പെട്ടതിൽ 1 ദിവസം നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയില്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടതിൽ നിന്ന് 1 മണിക്കൂർ വീണ്ടെടുക്കുമോ? അല്ലയോ മുആവിയ, എനിക്ക് നഷ്ടപ്പെട്ടതിൽ നിന്നൊരു മണിക്കൂർ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റൂലെങ്കിലോ നിങ്ങളുടെ ഭരണ സ്വാധീനം വെച്ചുകൊണ്ട് എൻ്റെ മിനിറ്റുകളിൽ നിന്ന് നഷ്ടപ്പെട്ടൊരു മിനിറ്റ് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഈ പ്രായാധിക്യത്തിൽ വീണുപോയ മനുഷ്യനങ്ങ് ചോദിച്ചപ്പോ മുആവിയ കരയുകയാണ്. ഇല്ല ഇല്ല, സമയം പോയത് തിരിച്ചെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് എല്ലാവരും തോർന്നോളി, അള്ളാഹുവിന് പൊരുത്തപ്പെട്ട മണിക്കൂറുകൾ നമുക്ക് തെറ്റേ, ദിവസങ്ങൾ തെറ്റേ, ആഴ്ചകൾ തെറ്റേ. ആമീൻ പറയും. അള്ളാഹുവിന് പൊരുത്തപ്പെട്ട സമയങ്ങൾ തെറ്റേ, അള്ളാഹുവിന് പൊരുത്തപ്പെട്ട സമയങ്ങൾ തരട്ടെ. കൂടുന്നു കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച, കടുകിൻ കണക്കിന് ആയുസിൻ തീർച്ച. തേടുന്നു ഇവനിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്.
കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച കെടുകിൻ കണക്കിന് ആയുസിൻ തീർച്ച തേടുന്നു ഇവനിന്നെ മൺവീട്ടിലേക്ക് തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക് പൊട്ടാനി മുന്തുള്ളി പിഞ്ചോര് കാട്ട പിന്നീന്ന് കാട്ടം ചുമന്നോര് കൊട്ട പെട്ടെന്ന് ചത്താൾ ചകൈമല്ല പോട്ട പറനിന്നോടൽക്ക് ബഹുമാനം പൊട്ട അകക്കം തുറന്നൊന്ന് നോക്കൊന്നേ മൂട ഉൾസാരം വന്ന ഉറങ്ങാമോ കേടാ പകൽ കണ്ണടച്ചാല് രൂളാമോ പോട്ട ഫന്തം ഫീടിച്ചാൽ ഫജിറാമോ പൊട്ട. മലയാളക്കരയിൽ ജീവിച്ചിരുന്ന അറിയപ്പെട്ട സൂഫിയ ഷുജായ് അവരുടെ കവിതയാണ്. കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങൾ ആഴ്ച മാസം കൊല്ലങ്ങനെ കൂടാണ്. തേടുന്നു ഇവൻ നിന്നെ മൺവീട്ടിലേക്ക്. ഇതൊക്കെ നിന്നെ മണ്ണിന്റെ പൊരയായ കബർക്ക് വലിച്ചുകൊണ്ട് പോവാണ്. അല്ലാഹുവേ, അറിയണ്ടോ? നമ്മൾ വിവരം അറിയണ്ടോ? ബഹുമാനപ്പെട്ടവര്, എറണാകുളത്ത് നിന്ന് ആലുവായിലേക്കും ആലുവായിൽ നിന്ന് എറണാകുളത്തേക്കും ഇങ്ങനെ നടക്കും ഷുജായ്. അപ്പ ആളുകൾ ചോദിക്കും, ഉസ്താദ് എവിടുന്നാ വരണേന്ന്. ആലുവായിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയാണ്. അപ്പോഴും പറയും, ഞാൻ മമ്പുറത്തുനിന്നാ വരണേന്ന് പറയും. അപ്പൊ ചിലരേക്ക് ഉസ്താദ് എവിടുക്കാ പോണേന്ന്. അപ്പോൾ അവർ പറയും, ഞാൻ നെടിയിരിപ്പിക്ക് പോകണമെന്ന് പറയും. നെടിയിരിപ്പ് എന്ന് പറഞ്ഞാൽ കരിപ്പൂർ എയർപോർട്ടിന്റെ അപ്പുറത്തുള്ള ഒരു മഹല്ല. അങ്ങോട്ടൊന്നും ഷുജായി പോയി തന്നെ ഇല്ല. അപ്പൊ ആളുകൾ ചോദിക്കും, ഉസ്താദിന് എന്താ വേണ്ടത്? അപ്പൊ പറയും, എനിക്ക് പത്തിരിയും ചാറും വേണമെന്ന് പറയും. അത് നമ്മളെ വിഷയ എന്താണെന്നറിയോ? കേട്ടോളൂ. എവിടുന്നാ വരണത്? മമ്പുറത്തുനിന്ന്. എന്താ മമ്പുറം? മൺപുറം, മണ്ണിന്റെ പുറം. മനുഷ്യണ്ടായത് മണ്ണിനാണ്. കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ് മുഹമ്മദ് മുസ്തഫ. ആദം എന്ന വാക്കന്നെ അദീം എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. ഭൂമിന്റെ മുകളിലുള്ള മണ്ണിനാണ് അത് പറയാ. അപ്പൊ നമ്മളൊക്കെ വന്നത് മണ്ണിനാണ്. എവിടേക്കാ പോണത്? നെടിയിരിപ്പ്. നെടിയിരിപ്പ് എന്ന് സാഹിത്യത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുഖവാസ കേന്ദ്രം എന്നാണ്. അതാണ് സ്വർഗം. അള്ളാഹു നമ്മൾ അവിടെ എത്തിച്ചേട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മൾ അവിടെ എത്തിച്ചേട്ടെ. ഒന്ന് നന്നായിട്ട് പറയാം, അള്ളാഹു നമ്മൾ അവിടെ എത്തിച്ചേട്ടെ. ഇത്തക്കുഞ്ഞാറ വലോഭിഷക്തി തമ്രാന്നാണല്ലോ പടച്ചോനെ ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയെ സൂക്ഷിക്കുക എന്ന നിന്റെ ഹബീബിന്റെ ഹദീഥിനെ, ഇവിടെ നടക്കുന്ന സുഹൃതങ്ങൾ, ഇവിടെ പെയ്തിറങ്ങുന്ന കാരുണ്യം, ഇവിടെയുള്ള സഹായം, ഇവിടെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ, അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കേട്ടെടുത്തോളം പ്രവാസി കൂട്ടായ്മ ഇതിന്റെ പിറകിൽ ഒരു വലിയ ബലമായിട്ടുണ്ട്. അവരിൽ 10 പേരോളം ഈ സംരംഭത്തിന് വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്തുകൊണ്ട് നാട്ടിൽ വന്നവരാ. അവരിൽ പലരും എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. അല്ലാഹുവേ, ഇതിന്റെ പിറകിൽ ചരട് വലിക്കുന്നതിലും സഹായിക്കുന്നതിലും കാറ്റ് സ്വരൂപിക്കുന്നതിലും പ്രവാസികളുടെ പങ്ക് ഇവിടെയുള്ള സംഘാടകരായ പ്രിയപ്പെട്ട കൂട്ടുകാർ വണ്ടിയിൽ നിന്നും അതാ വീട്ടിൽ നിന്നും എന്നോട് നന്നായി ആത്മാർത്ഥമായി പറഞ്ഞത് നിനക്കറിയാം. അല്ലാഹുവേ, ഇത്തക്കൊന്നാറവലോപിശക്തി തമ്രാ എന്ന് നിന്റെ ഹബീബിനെ കൊണ്ട് നീ പറയിപ്പിച്ചതല്ലോ. അവരിൽ നിന്ന് ഈ സംരംഭങ്ങളും ഈ സംഘടനയും ഈ സംഘാടനവും ഈ സംഭാവനയും ഈ നിസ്വാർത്ഥ സേവനവും ഈ അധ്വാനവും ഈ ആത്മാർത്ഥതയോ ഈ സമർപ്പണവും ഈ ഊർജവും ഈ പ്രവർത്തനവും ഈ അത്യധ്വാനവും നീ കബൂലാക്കണേ അല്ലാ. ഇന്ന് 12 കോടി മൈൽസുകൾക്കപ്പുറം ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂര്യനെ നാളെ മനുഷ്യന്റെ ഒരു തലയോട്ടിയോടൊരു ചാണമുകളിൽ മാത്രം അല്ലാഹു മശർവൻ പ്രളയത്തിൽ നീ അടുപ്പിക്കുമ്പോ അരിശിന്റെ നിഴലാകുന്ന AC സംവിധാനത്തിന്റെ VIP വിഭാഗത്തില് അവരെയും ഞങ്ങളെയും പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. പ്രവാസ ലോകത്തെ സകല പ്രയാസങ്ങളിൽ നിന്നും അവരെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. കുടുംബത്തെ പോറ്റാൻ എല്ലാം മറന്നുകൊണ്ട് എല്ലുമുറയെ പണിയെടുക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികള് നാട്ടിലുള്ള ഭവങ്ങളുടെ കണ്ണീരൊപ്പാ അതിനിടയിൽ പ്രവർത്തിക്കുമ്പോ നീ അവർക്ക് ആയുരാരോഗ്യം കൂട്ടിക്കൊടുക്കണേ അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ലാ.
അപകട മരണത്തിൽ പെടുത്തല്ല അല്ലാ, അറ്റാക്കിൽ കൊടുക്കല്ല അല്ലാ, ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ. നാട്ടിലും ഇതിനു വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകന്മാർ, ഒത്താശ പാടുന്ന കാരണവന്മാർ, സഹായിക്കുന്ന ഗുണകാംക്ഷികള്, റഹ്മാനായ അല്ലാ, ഈ ആഖിർ സമാനിൽ ഒരു വലിയ അമലായി അവരിൽ നിന്ന് ഇതൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ. ആഖിറത്തിൽ ഇതിന് പാരിതോഷികമായി പാലാറ് വീഞ്ഞാറ് കളകളാരോ മുടക്കിയൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗീയ പൂങ്കാവനം പകരം കൊടുക്കണേ അല്ലാ. അവർക്ക് ശത്രുക്കളെ മിത്രങ്ങളാക്കി കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ലാ. ഇല്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് നീ കാക്കണേ അല്ലാ. അവരെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. അവരെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. ഞാൻ ഇടയിൽ അവർക്കും ദുആ ചെയ്തതാണ്. ചിന്തിക്കണേ, ഇതൊക്കെയാണ് ആഖിറത്തിനുള്ള വലിയ അമൽ. വേറെന്താ? ഞാനൊരു ചെറിയ സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സ്വലാത്ത് എല്ലാവരും ഉറക്കൊന്നും അങ്ങോട്ട് ചൊല്ലി. ഉറക്ക ആണുങ്ങൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരണേ അല്ലാഹ്. പിന്നെ എൻ്റെ വാലൊന്ന് മനസ്സിന്ന് മനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ എൻ്റെ വാല് കേട്ട് പരിചയമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവുമായിരിക്കും. ഞാൻ പൊതുവെ ഇരുന്നിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. നിന്നാൽ എനിക്കൊരു എയിമിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ഇരിക്കട്ടെ. എൻ്റെ പ്രസംഗം പൊതുവെ ഇരുന്നിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്ന് ഇരിക്കാൻ സൗകര്യം ഓപ്പറേറ്റർ ഒന്ന് ഇരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സദസ്സിൽ നിന്ന് കേൾക്കുന്നവരും പുറത്തുനിന്ന് ഒരുപാട് പ്രവാസികൾ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയും. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതും. അവിടെ രക്ഷപ്പെടാനുള്ള മനസ്സോടുകൂടി എല്ലാവരും കേൾക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അല്ലാഹുവേ, സ്വതക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന സംരംഭത്തിൻ്റെ കീഴിലാണ് ഈ പരിപാടി. അല്ലാഹുവേ, ആ പേരിൻ്റെ ബർക്കത്തുകൊണ്ട് ഇത് കബൂലാക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ഇത് മഹാനരായ സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ്, ഒന്നുറക്കെ പറഞ്ഞോ, സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇമാം ഖാളി ഇയാൽ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ കരിങ്കപ്പാർ ഉസ്താദ് വഫാത്തായ മാസമാണ്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ആദം ഹസ്രത്ത് വഫാത്തായ മാസമാണ്. അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഓക്കെ ഉസ്താദ് വഫാത്തായ മാസമാണ്. അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് മഹാന്മാർ മൺമറഞ്ഞു, പ്രത്യേകിച്ച് സമസ്തയുടെ മഹാന്മാരായ നായകന്മാർ, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദ്, ബാപ്പു ഉസ്താദ് പോലെയുള്ള ഒരുപാട് മഹാന്മാർ, എല്ലാവർക്കും അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു ഈ സദസ് കബൂലാക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രക്ഷപ്പെടാനുള്ള വലിയ മാർഗമാണ്. ഇന്ന് ഖുത്ബ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഖുത്ബ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആലിമീങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇന്ന് ജമാഅത്തുൽ ഉഖ്റയിലെ രണ്ടാമത്തെ ആഴ്ചയിൽ ഖുത്ബയിൽ കടന്നു വന്ന ആയത്ത് വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി
വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക വകഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ എന്നതാണ് ഇന്ന് ഖുതുബയിൽ കടന്നു വന്ന ആയത്ത്. ഈ ആയത്ത് എവിടെയാണ്? മഹാനായ ഇബ്ൻ, എല്ലാവരും ഒന്ന് ചിന്തിക്കണേ. മരണവും അനന്തര ജീവിതവും എന്നതാണ് എൻ്റെ വിഷയം. അനന്തര ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ പറയാം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ട മനുഷ്യനായ മയ്യിത്ത് ആദ്യമായി അഭിമുഖീകരിക്കുന്ന മലക്ക് ഏതാണ് നബിയേ എന്ന് ഇബ്നു മസ്ഊദ്. നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എന്നല്ലെങ്കിൽ നാളെ പോയി കിടക്കാനുള്ള സ്ഥലമാണ്. ഇതിനിപ്പോൾ ഒരാൾ ഗൾഫ് പോകാൻ തീരുമാനിച്ചാൽ ആ തീരുമാനം വിഫലാവാം. കാരണം ഗൾഫിൽ പോകാൻ തീരുമാനിച്ച ഡേറ്റിന് മുമ്പ് മരിക്കുക, ടിക്കറ്റ് ക്യാൻസലാവാം, ഫ്ലൈറ്റ് മിസ്സാവാം, അല്ലേ, ഒക്കെ ഉണ്ടാവാമല്ലോ. പക്ഷേ പരലോകത്തേക്ക് പോണ ഡേറ്റ് മാറൂല. അത് മാറുകയാണെങ്കിൽ മാറേണ്ടിയിരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി. മാറിയിട്ടില്ല. ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഈ ആയത്തുള്ളത് ഖുർആനിലെ 63-ാമത്തെ സൂറത്തിലാണ്. ശ്രദ്ധിക്കണേ, ഈ ആയത്തുള്ളത് ഖുർആനിലെ 63-ാമത്തെ സൂറത്തിലാണ്. കാരണം റസൂലുള്ളാഹിന്റെ പ്രായം 63. അപ്പൊ നഫ്സൻ എന്ന് പറഞ്ഞാൽ വൈൻ കാന നഫ്സ മുഹമ്മദിൻ, ഇമാം ഇസ്മായിൽ ഹഖി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ പരിശുദ്ധ റസൂലിന്റെ ശരീരമാണെങ്കിലും സമയമെത്തിയാൽ നീട്ടിക്കൊടുക്കൂല. ചിന്തിക്കണേ, ചിന്തിക്കണേ. നീട്ടിക്കൊടുക്കാൻ അള്ളാന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടു, സമ്മതം തേടിയത് റസൂലുള്ള അസാധാരണക്കാരനിൽ അസാധാരണക്കാരനായതുകൊണ്ടാണ്. എന്നാൽ നിശ്ചിത സമയം സമാഗതമായപ്പോ പരലോക പൗരത്വം സ്വീകരിച്ചില്ലേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഖബറിൽ അതാ ഒരു മയ്യിത്തങ്ങ് ഇറക്കപ്പെട്ടാൽ ആദ്യമായി അഭിമുഖീകരിക്കുന്ന മലക്കേതാണ്? നമ്മളോടൊക്കെ ഈ ചോദ്യം വന്നാൽ എന്താ ഇപ്പം മറുപടി അറിയാം? എല്ലാവരും പറയും മുങ്കർ നക്കീർ. ആകെ അതേ അറിയാം എല്ലാവർക്കും, അല്ല കുറേ ആളുകൾക്ക്. മുങ്കർ നക്കീർ ഒരു മുങ്കർ നക്കീർ ഒന്നുമല്ല. ഹലോ, ഖബറിൽ അള്ളാഹുവേ നിങ്ങൾ ചിന്തിച്ചു നോക്കി, വാല് കേൾക്കലേ, വാല് കൽബോണ്ടൊന്ന് കേൾക്കുകയും ഇതുകൊണ്ട് ഇപ്പം എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇതിങ്ങനെ കേൾക്കുക പോവുക, കേൾക്കുക പോവുക, തന്നെ പണി. പക്ഷെ ഇതുകൊണ്ട് കേൾക്കുന്ന ആൾക്കാർ ഇപ്പോൾ കുറവാണ്. അതുകൊണ്ട് സമൂഹത്തിൽ മാറ്റം വരാത്തത്. അതുകൊണ്ട് ഈ കൽബോണ്ട് കാണലും കേൾക്കലുണ്ട്. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമയും പറയും, കൽബോണ്ട് ഒരു കാണലും കേൾക്കലുണ്ട്. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയോട് ചോദിക്കാണ്, നബിയെ അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ യൽഖാഉൽ മയ്യിത്തു ഫീ ഖബരിഹി. ഒരു മയ്യിത്ത് ഖബറിൽ വെക്കപ്പെട്ടാൽ, താഴ്ത്തപ്പെട്ടാൽ ആ മയ്യിത്ത് ആദ്യമായി അഭിമുഖീകരിക്കുന്നത് എന്താണ് നബിയേ? എന്തായിരിക്കും? കേട്ടോളൂ. മരണാനന്തര ജീവിതത്തിൽ കേട്ടോളൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇബ്നു മസ്ഊദ് മാ സഅലനി അഹദുൻ അൻ ദാലിക ഖബലക. നിങ്ങളിത് എന്നോട് ചോദിക്കുന്നതിന്റെ മുമ്പ് ഈ വിഷയം ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിനോട് പറയുകയാ, ഇബ്നു മസ്ഊദ് അവ്വലു മാ യൽഖാഹുൽ മയ്യിത്തു ഇദാ ഉദ്ഖില ഖബറഹു മലക്കുൻ ഇസ്മുഹു റൗമാൻ. ഒരു മയ്യിത്തിനെ ഖബറിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ആദ്യമായിട്ട് ആ മയ്യിത്ത് അഭിമുഖീകരിക്കുന്ന മലക്ക് റൗമാൻ എന്ന മലക്കാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. റഹ്മാന SLC പരീക്ഷന്റെ സമയമാണ് അല്ലേ? SLC പരീക്ഷയിൽ ഞങ്ങൾ തോറ്റാലും നരകത്ത് കടക്കൊന്നുമില്ല. ഏതായാലും അള്ളാഹു തആല കുട്ടികളൊക്കെ ജയിപ്പിക്കട്ടെ, അത് വേറെ കാര്യം. എന്നാൽ തന്നെയും
കോപ്പി അടിച്ച് ജയിക്കണ എത്ര കുട്ടികളുണ്ട്? ബീഹാറിലൊക്കെ കോപ്പി അടി കേന്ദ്രമല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ? ഏതൊരു കുട്ടി SLC പരീക്ഷയിൽ പേപ്പർ മുമ്പിൽ വെച്ചിട്ട് ആൻസർ എഴുതാതെ അങ്ങനെ നിൽക്കുമ്പോൾ സൂപ്പർവൈസർ വെച്ചാലോ, എന്താണ് മോനെ പഠിച്ചതൊക്കെ മറന്നോന്ന്? അല്ല സാറേ, നാളത്തെ കോപ്പിയാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ടെൻഷൻ ആയതെന്ന് പറഞ്ഞാൽ കുട്ടി. ഇവിടെ ഇപ്പോൾ ആ പരിപാടിയൊക്കെ പറ്റും. പക്ഷേ പരീക്ഷ ഇതല്ല ചെറുപ്പക്കാരെ, ഇതല്ല പരീക്ഷ. പരീക്ഷ നടത്താൻ തന്നെ സൂപ്പർവൈസറുടെ പേരാണ് റഹ്മാൻ. അതാണ് പരീക്ഷ. ഇവിടെ SLC പരീക്ഷയ്ക്ക് ഒരു അധ്യാപനം അല്ലേ? അധ്യാപനം, സ്റ്റഡി ലീവ്, പരീക്ഷ, ഫലപ്രഖ്യാപനം, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ് അള്ളാഹിന്റെ പരിപാടി. അധ്യാപനം ആലമുൽ അർവാഹിൽ കഴിഞ്ഞു, അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബല, പഠനം കഴിഞ്ഞു. ഇങ്ങോട്ട് വന്നത് സ്റ്റഡി ലീവിനാണ്, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. പരീക്ഷ ഖബറിലാണ്, ഫലപ്രഖ്യാപനം മഹ്ശറിലാണ്. ഇത് ഇതേപോലെ അങ്ങോട്ടും ചേർത്തിയാൽ മതി. ഇപ്പം സ്റ്റഡി ലീവാണ്. ഇപ്പം SLC പഠിക്കുന്ന കുട്ടികളെ നമ്മൾ വാർത്ത കാണാൻ സമ്മതിക്കൂല, പേപ്പർ വായിക്കാൻ സമ്മതിക്കൂല, കുടുംബത്തിൽ പോകാൻ സമ്മതിക്കൂല, കല്യാണത്തിന് പോകാൻ സമ്മതിക്കൂല, ഒക്കെ പുസ്തകത്തിന് മുന്നിൽ പിടിച്ച് ഇരുത്തിയതാണ്. പഠിക്കുന്നത് അത് നമുക്കും ബാധകമാണ്. കാരണം നമ്മൾ സ്റ്റഡി ലീവിലാണ്, പരീക്ഷ ഖബറിൽ നടക്കാൻ പോവാണ്. സൂപ്പർവൈസറുടെ പേരാണ് റഹ്മാൻ. അല്ല, അത് ശ്രദ്ധിക്കും. ഇന്നിപ്പോൾ രാത്രി നമ്മൾ ആരോ മരിച്ചാൽ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സേറ്റെ. പക്ഷെ വേറെ കാര്യങ്ങൾ കേട്ടോളി, ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും മരിക്കും. അതാ, ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും മരിക്കുമെന്ന്. ഇല്ലെങ്കിൽ നാളെ ഞാൻ വേല നിർത്തും. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഭക്ഷണത്തിൽ എന്തോന്ന് പെട്ടിക്കണമെന്ന് അല്ലേ? ഒന്ന് ചിന്തിക്കുക, എന്താണ് ഞാൻ പറഞ്ഞത്? അത് മരണാണ്. അന്നൗമു അഹുൽ മൗത്തി, ഉറക്കം മരണത്തിന്റെ ബ്രദറാ. അള്ളാഹു നമ്മളെ ഉറക്കണ എന്തിനാരോ? മരണം ഓർമ്മപ്പെടുത്താനാ. ഉറങ്ങണ സമയത്തും ആത്മാവ് പിടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ വേദന ചെല്ലോന്ന്, അത് അള്ള നേരിട്ട് പിടിക്കുക, അതുകൊണ്ടാണ് വേദന അറിയാത്തത്. മരിക്കണ സമയത്ത് പിടിക്കണത് അസ്രായിലാ, അതുകൊണ്ടാണ് വേദന അറിയുന്നത്. അള്ള നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അവൻ്റെ റഫത്തിന്റെ കടുപ്പം കൊണ്ട് നമ്മൾ വേദന അറിയാതിരിക്കുക. അതൊരു ഹൽക്കിന്റെ കയ്യിൽ അള്ള കൊടുത്തു, അപ്പൊ വേദന അറിയുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മാറ്റം ഇമാമിയങ്ങൾ പറഞ്ഞത്. മരണം തന്നെയാണ്, ഒരു ഭാഗിക മരണം തന്നെയാണ്. ചിന്തിക്കണേ. അതുമല്ല കിനാവ്, സ്വപ്നം, അത് ബർസഖയാ ജീവിതം എന്നാ ഖബർ ജീവിതത്തിനെ പറയാ. സ്വപ്നത്തിനാണ് ബർസഖ് എന്ന് പറയാ. ബർസഖയായ കണ്ടോ, രണ്ടും ഒന്നാണ്. അങ്ങനെ സ്വപ്നത്തിൽ എന്തെല്ലാം കാണും. ഇവിടെ ചിലവർ ചോദിക്കലുണ്ട്, ഏതോ ഒരു സ്ഥലത്ത് ഒരു ഉസ്താദിന് പൈസ കൊടുത്തിട്ട് കുട്ടി ദ്വാരിപ്പിച്ചു, ഉസ്താദെ വാപ്പാന്റെ ഖബറിന് വേണ്ടി ദ്വാരക്കണമെന്ന്. ഉസ്താദ് ദ്വാരുന്നു, അള്ളാഹുവേ എൻ്റെ വാപ്പന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അപ്പൊ വേറൊരു കുട്ടി പറഞ്ഞു, ഉസ്താദെ ആ ദ്വാ പിൻവലിക്കാൻ വേണ്ടി 3000 റുപ്യ തരാന്ന്. എന്തേന്ന് വെച്ചു? ഓൻ്റെ വാപ്പാന്റെ ഖബറിന്റെ അടുത്ത എൻ്റെ വാപ്പാന്റെ ഖബറുള്ളത്, അതങ്ങോട്ട് വിശാലായി ഇതങ്ങോട്ട് ജാമാവും എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞാണ് അത് ശരി, രണ്ടും അടുത്താവുമ്പോൾ ഇതങ്ങോട്ട് വിശാലായ അതാണ്ട് ജാമാവല്ലേ. അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടി നോക്കിയിട്ട് വേണം ദ്വാരക്കാനെന്ന് പറഞ്ഞത്. അതിന് മറുപടി കേട്ടോളൂ. ഒരു ഭാര്യയും ഭർത്താവും ബെഡിൽ കിടക്കുകയാണ്, രണ്ടാളും അടുത്തടുത്താലും ഒറ്റ പോപ്പിലാണ്. ഭർത്താവ് 5 വക്ത് നിസ്കരിച്ച് ജമാഅത്തൊക്കെ, പക്ഷെ ഭർത്താവിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഭാര്യ കുറച്ച് സിനിമ കാണുന്ന ആളാന്ന് കൂട്ടുക, അല്ലെങ്കിൽ അന്യ ചെറുപ്പക്കാർക്ക് ഫോൺ വിളിക്കുന്ന ആളാണ്. അത് ഭർത്താവ് വിട്ട് അറിയണില്ല. ആ ഭർത്താവ് യേശൊക്കെ നിസ്കരിച്ച് വിത്രൊക്കെ കഴിഞ്ഞ് ദ്വാരന്നിട്ട് കിടക്കുമ്പോൾ അൽഹംദുലില്ലാ, ഭർത്താവ് അതാ നീലാകാശത്തിലൂടെ പാറി പറക്കുന്നു, ചിലപ്പം താഴെ ഇറങ്ങുന്നു, ആഡംബര വണ്ടിയിൽ പോകുന്നു, ചിലപ്പം നല്ല സുഭിക്ഷമായി കഴിക്കുന്നു. സ്വപ്നമാണ്. തൊട്ടടുത്ത് ഭാര്യ വലിയൊരു മൂർഖം പാമ്പിന്റെ വായിൽ കിടന്നിട്ട് പെടിയാൻ, രണ്ടാളും ഒരേ ബെഡിലാണ്. ആ പാമ്പിന്റെ വിഷം ഈ ഭർത്താവിന് ചീറ്റണില്ല, ഈ ഭർത്താവ് കഴിക്കുന്ന ബിരിയാണിന്റെ മണം ഭാര്യക്കും പിടിക്കണില്ല. അതങ്ങനെ തന്നെ ഖബറുക്കുമാണ് കൊണ്ടുപോയാൽ മതി. ഇപ്പൊ എല്ലാവർക്കും ഇതൊക്കെ നാളെ ഞാൻ ഏതൊരു സ്ഥലത്ത് പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു മയ്യത്ത് പുരയിന്ന് ഇറങ്ങുമ്പോ അതിശക്തമായ ശബ്ദത്തിൽ ഹദീസാണ്, ലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ കമാ ഗറത്നി. ഏതൊരു ദുർനടപ്പുകാരായ മനുഷ്യന്മാരെയും കെട്ടിപ്പൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോ ആ മയ്യത്ത് വിളിച്ച് വിലപിക്കുകയാ, അല്ലയോ മക്കളെ,
ദുനിയാവ് എന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്നിട്ട് ചീത്ത മയ്യത്ത് പറയോ, അതാ അജ്ജിലൂനി ഖദ്ദി അതാ അഖിറൂനി അഖിറൂനി, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകല്ല, എന്നെ പിന്തിപ്പിക്കണേ എന്ന് തമ്മാടിയായ മയ്യത്ത് ഉച്ചയിൽ ശബ്ദിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞു, റഹ്മാനി നിങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓക്കെയാണ്, എൻ്റെ കൽബ് തരിച്ചു. പക്ഷേ മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല മയ്യത്താണെങ്കിൽ ഖദ്ദിമോനിയെന്നും ചീത്ത മയ്യത്താണെങ്കിൽ അഖിറോനിയെന്നും ഉറക്കെ പറയും നിങ്ങൾ പറഞ്ഞല്ലോ, അത് മാത്രം എനിക്ക് വിശ്വാസമില്ല. എന്തേന്ന് വെച്ച് എന്നോട് പറഞ്ഞു, വെല്ലിപ്പാനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കട്ടിൽ ഞാനാ പിടിച്ചിനെന്ന് പറഞ്ഞു. അത്ര വലിയ ശബ്ദത്തിലാണെങ്കിൽ കുറച്ച് ഞാൻ കേൾക്കണ്ടല്ലേ, എൻ്റെ ചവിടിനൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ ഭൗതിക പഠനം പൂർത്തിയാകാത്തതുകൊണ്ടാണ്. ഞാൻ സയൻസ് വല്ലാതെ പഠിച്ചില്ലെങ്കിലും ഇരുന്ന് നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇൽമ പഠിക്കുന്ന തിരക്കിൽ ഡിഗ്രി എടുക്കാൻ മറന്ന്, പക്ഷേ ആ കലാവ് വീട്ടിയിട്ടുണ്ട്. എല്ലാ സയൻസ് പുസ്തകങ്ങളും കൊണ്ടുവന്നിട്ട് ഇരുന്നിട്ട് നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പഠനം എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ശബ്ദ തരംഗത്തെക്കുറിച്ച് നീ വായിച്ചിട്ടുണ്ടോ? എന്താ ശബ്ദ തരംഗം? 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ കേൾക്കൂല, 20 ഹെർട്സിന് താഴെയാണെങ്കിലും കേൾക്കൂല. അതാണ് ലേറ്റസ്റ്റ് പഠനം. ഉദാഹരണം, ഇപ്പം ഞാൻ സംസാരിച്ചു, നിങ്ങൾ കേട്ടോ? ഇല്ല, എന്നെന്താ പറഞ്ഞേ? ഇപ്പോഴല്ല, അതിൻ്റെ ഇടയിൽ സംസാരിച്ചു, നിങ്ങൾ കേട്ടോ? ഇല്ല. സംസാരിക്കാത്തതുകൊണ്ടല്ല, ഞാൻ സംസാരിച്ചു, ഞാൻ കേട്ടു, എനിക്കും അറിയാം. പക്ഷെ അത് 20 ഹെർട്സിന് താഴെ നിങ്ങൾ കേൾക്കൂല. ഇനി ഞാൻ അതിശക്തമായ ഒച്ചയിൽ നരമ്പ് വീർപ്പിച്ച് ആക്രോശിച്ചാൽ ആ ഒരു ശബ്ദം എനിക്കിപ്പോൾ ഇല്ല, ആർക്കും ഇല്ല, നിങ്ങൾ കേൾക്കൂല. കാരണം എന്തുകൊണ്ട്? 20,000 ഹെർട്സിന് മുകളിലായ കേൾക്കാൻ കഴിയില്ല. ഏതുപോലെ ഈ ഫാൻ ഇപ്പം ഇങ്ങനെ കറങ്ങുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഒരു 3 ഇതള്, അതൊരു 5 ബട്ടൺ അമർത്തിയിട്ട് കറക്കിയാൽ ഒന്നും കാണൂല, സ്പീഡ് കൂടിയാൽ കണ്ണിന് പിടിച്ചെടുക്കാൻ പറ്റൂല. ഏതുപോലെ ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുകളിലൂടെ വിമാനം പോകുമ്പോൾ ശബ്ദം കേട്ടാൽ നമുക്കറിയാം അല്ലേ? നേരെ മറിച്ച് ആ വിമാനത്തിൻ്റെ ഉള്ളിൽ കയറി നോക്കാണി ഒന്നും അറിയില്ല. കാരണം എന്താ? 20,000 ഹെർട്സിന് മുകളിലായി, നീ കേൾക്കൂല. ആ വിമാനം താഴേന്ന് പോകുമ്പോൾ നമ്മളറിയും, മേലിന് സ്പീഡ് പോകുമ്പോൾ അറിയില്ല. ഞാൻ ഒരിക്കലും വാളിന് അബുദാബിയിലെ എവിടെക്കോ പോകുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന വിസിറ്റിങ്ങിന് വരുന്ന ഒരാൾ ചോദിച്ചു, ഇതെന്താ പൊന്തിങ്ങാണ്ട് ഇവിടെ നിൽക്കണമെന്ന് വെച്ച്. പോണത് മൂപ്പര് അറിയുന്നില്ല. ഖുലിഖൽ ഇൻസാനു ലഈഫ. ഇതൊക്കെ തീരുമാനം കണ്ടിട്ട് അത് മയ്യത്ത് വിലപിക്കണത് എന്താ കേൾക്കാത്തെന്നുള്ള തീരുമാനം എടുക്കാൻ കേട്ടോ. ആദ്യം ഇതിനൊക്കെ തീരുമാനം പറയും. അതെന്താ? സ്പീഡ് കൂടിയാൽ ശബ്ദം കൂടിയാൽ കേൾക്കൂല. അതാണ്. എന്നാൽ മയ്യത്ത് പറയും എന്നതിൽ സംശയമില്ല. അല്ലാഹുവേ, അങ്ങനെ പോകുമ്പോ ഖദ്ദിമൂനി എന്ന് ആവേശത്തോടെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മണിയറയിലേക്ക് മണവാളൻ പോകുന്നത് പോലെ മണ്ണറയിലേക്ക് പോകാ ഞങ്ങൾക്ക് അവസരം നൽകണേ റബ്ബേ ബിന്നബിയിൽ മുസ്തഫ. ഇൻഷാ അല്ലാഹ് എൻ്റെ വാല് കഴിയുന്നതിന് മുമ്പ് അങ്ങനെ പോവാനുള്ള നല്ലൊരു അമല് ഞാൻ പറഞ്ഞുതരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വയല് കഴിയുന്നതിന് മുമ്പ് ഞാൻ മറന്നങ്ങൾ ഓർമ്മാക്കി തരണം. അതിനുള്ള നല്ല ഒരൊറ്റ അമല് ഞാൻ പറയും. അത് ചെയ്യാനും കേൾക്കാനും അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. ബിന്നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, റൗമാൻ എന്ന മലക്ക് ഖബറാകുന്ന ഏകാന്തതയിൽ കിടക്കുന്ന മയ്യത്തിന്റെ അരികിലേക്ക് കയറി വരികയാ. എന്നിട്ട് ഈ മലക്ക് റൂഹിനെ മയ്യത്തിന്റെ ശരീരവുമായി കണക്ട് ചെയ്യുകയാണ്. റൂഹ് പോയതാലോ. റൂഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ പോണ സാധനം എന്നാ. അറബികൾ ചോദിക്കുമല്ലോ പുറത്തിറങ്ങി ഇറക്കുമ്പോ, എന്താ ചോദിക്കണേ? ഇല ഐന തെറൂഹു എന്നാണ് ചോദിക്കണത്. ഇല ഐന തെറൂഹു, നീ എവിടേക്കാ പോണതെന്ന്. റാഹ റൂഹു എന്ന് പറഞ്ഞാൽ പോവാന്നാ, അതിന് വരണാണ് റൂഹ്. അപ്പൊ ഇതിന്റെ അർത്ഥം തന്നെ എന്താ? പോണ സാധനം എന്നാ. അത് പോവും, അത് വന്നോടത്തേക്ക് പോവും. അതുകൊണ്ടല്ലോ മരിച്ചെന്ന് കേട്ടാൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഇന്നാ ലില്ലാഹി റാഹിബു എന്നല്ല,
വാസിലു എന്നല്ല, റാജിഊൻ. റുജു എന്ന് പറഞ്ഞാൽ വന്നോടത്തേക്ക് മടങ്ങണേനെ പറയാം. ഖുർആനിൽ അവസാനത്തെ ആയത്തേതാ? واتقوا يوما ترجعون فيه إلى الله. തുർജഊൻ, റുജൂ. ഇനി മുഅ്മിനായ മനുഷ്യനോട് മരിക്കുന്ന സമയത്ത് മലക്കുകൾ പറയുന്ന എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർദിയ. ഇർജിഇ, റുജൂ. കണ്ടോ, ഒക്കെ റുജൂആണ്. അപ്പൊ ഈ റൂഹുണ്ടല്ലോ, ഈ റൂഹുണ്ടല്ലോ, അത് വന്നോടത്തേക്ക് മടങ്ങും. അതിനെ നല്ല നിലക്ക് യാത്രയാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ശരീരം ഒന്നുമല്ല, ഇതൊരു ബോഗിയാണ്. ബോഡി ബോഗിയാണ്, എൻജിൻ ആത്മാവാണ്. ശ്രദ്ധിക്കണേ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൈ എന്ന് പറയുന്നത്. എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ കൈയൊന്ന് വേറെ, ഞാനൊന്ന് വേറെ ആവണം. അതാ ഭാഷാ നിയമം. ഏതുപോലെ എൻ്റെ വാച്ച് എന്ന് പറഞ്ഞാൽ വാച്ചൊന്ന് വേറെ, ഞാനൊന്ന് വേറെയല്ലേ. എൻ്റെ വണ്ടി ഒന്ന് വേറെ, ഞാനൊന്ന് വേറെ. എൻ്റെ ഭാര്യ ഒന്ന് വേറെ, ഞാനൊന്ന് വേറെ. അങ്ങനെ തന്നെയല്ലേ എവിടെ അർത്ഥം വരിക? എൻ്റെ കൈ, അപ്പൊ കൈയൊന്ന് വേറെ, ഞാനൊന്ന് വേറെ. അത് അള്ളാഹിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ നല്ലക്ക് യാത്രയാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ ഖബറിൽ ചെന്നാൽ തുടങ്ങും വിവരറിയല്, മരിക്കുമ്പോൾ തുടങ്ങും വിവരറിയല്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ നിങ്ങള് മഹബൂമിങ്ങളെ, ഇന്ന് രാത്രി പാടും മരിച്ചാൽ നാളെ ഇപ്പം ജനങ്ങൾ നാസ്താക്കണതിന് മുമ്പ് നമ്മൾ ഖബറിലാവൂലേ? ഈ നാട്ടിലൊക്കെ വേഗം ഖബർക്ക് പോലാതെ, അതോ ഫ്രിഡ്ജിലെടുത്തേക്കോ? ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്ക്, നാളെ ജനങ്ങൾ നാസ്താക്കണതിന് മുമ്പ് നമ്മൾ ഖബർക്ക് ഇറങ്ങി അല്ലേ? നമ്മൾ ഖബർക്ക് ഇറങ്ങി. നമ്മൾ മരിച്ച് ഖബർ പോയി കിടന്നതിൻ്റെ പേരിൽ ആരെങ്കിലും ഒരാൾ നാസ്താക്കുമ്പോൾ പൊറാട്ടൻ്റെ എണ്ണം കുറയോ? ഇല്ല. പുട്ടിൻ്റെ എണ്ണം കുറയോ? പുട്ടിങ്ങനെ ചാമ്പിയിട്ട് കടലക്കറി വറന്നിട്ട് തിന്നൂട്. എന്നിട്ട് പറയും പാവാണ് മരിച്ചില്ലേ. വേറെ ഒന്നും ഇവിടെ നടക്കാനില്ല. കൂടി വന്നാൽ പെണ്ണുങ്ങളും ഉമ്മയും അന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കൂല. വൈകുന്നേരം ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കൂല. രാത്രി കാണാൻ ഉച്ചക്കും വൈകുന്നേരം നട്ടപ്പെട്ടൊക്കെ കൂടി പിന്തിച്ച് ചമ്മാക്കണം. ഖലാസ് കൂട്ടരെ കുടുങ്ങാന്ന്. ഇനി നമ്മളെ റോളാ, നമ്മളാണ് പോയാൽ പിന്നെ ഇതാണ്ട് കഴിഞ്ഞാൽ ഓല് വേറെ ഭർത്താവിനെ തരും. നമ്മളെ ഭാര്യൻ്റെ ശരീരത്തിൽ വേറെ ഭർത്താവ്, നമ്മളെ ശരീരത്തിൽ പുഴുക്കളും. ഇതെല്ലാം ഇപ്പം നാളെ വരാനുള്ളത്. വേറെന്താ കാരണം? 2-3 ദിവസം കഴിഞ്ഞ് ഇത് മറന്നു. കാരണം മനുഷ്യൻ തന്നെ മറവിൻ്റെ കൂടപ്പറപ്പാ. അതുകൊണ്ടല്ലോ ഒരു പ്രാവശ്യം പ്രസവിച്ച പെണ്ണ് രണ്ടാമത് പ്രസവിക്കണേ. മറവുണ്ടായതുകൊണ്ടാ. കാരണം ആദ്യത്തെ പ്രസവത്തിൽ അവരനുഭവിച്ചത് അവർക്കും പടച്ചം വരാനേ അറിയുള്ളൂ. ഈറ്റങ്ങൾ രണ്ടാമതാകുമ്പോഴത്തേനും മറക്കുകയാണ്. മറവുണ്ട് എന്നുള്ളതിന് ഏറ്റവും ആദ്യത്തെ പ്രസവത്തിനെ കുറിച്ച് പിറ്റേന്ന് ചോദിച്ചു നോക്കാണേ. അപ്പൊ ആദ്യം ചിലപ്പോൾ ദേശങ്ങളിലാണെങ്കിലും മോന്തൊക്കെ ഒരു കുത്തുത്തും. പിന്നെ അടുത്ത് ഇങ്ങനെ വരുമ്പോഴാ അത് മനുഷ്യൻ മറവിന്റെ ആളാ. അതുകൊണ്ട് ഓക്കെ മറക്കരുതേ. നിങ്ങൾ ശ്രദ്ധിക്കണേ. കുറച്ച് എൻ്റെ കൂടെ ഒന്ന് വരണം കേട്ടോ. അത് വേളാക്കി പറയും. എൻ്റെ കൂടെ വന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഇന്ന് രാത്രി അങ്ങോട്ട് മരിച്ചാൽ, ഞാൻ ഈ വിഷയത്തിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടെന്ന് കൊണ്ടുവരാനാണ്. മരിച്ചാൽ നാളെ ഇപ്പോൾ രാവിലെ ആകുമ്പോൾ നമ്മൾ ഖബറിലായി. ഇപ്പം ഈ നല്ല ചൂടുള്ള സമയത്ത് എത്ര ഫാൻ്റെ ഇടയിലാണ് നമ്മൾ ഇരിക്കണം. എന്നിട്ട് എൻ്റെ തലക്കെട്ട് ഞാൻ ഊരി വെച്ചിരിക്കുന്ന എനിക്ക് ചൂട് എടുത്തിട്ട് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട്. എന്നിട്ട് തലക്കെട്ട് ഊരി ഇതൊക്കെ കണ്ട് ഓഫാക്കി 4 ഭാഗത്തും അടച്ചുകൂട്ടിയതിലിരിക്കുമോ? മരണാനന്തര ജീവിതമൊക്കെ ഞാനും കസേര ഒഴിഞ്ഞിരുന്ന് പറയേണ്ടി വരും എന്നല്ലാതെ നിങ്ങളെ കിട്ടുമോ? ഇല്ല. ശ്രദ്ധിക്ക. എന്നാൽ ഖബറിൻ്റെ അടിയിൽ പോയാൽ ഓപ്പറേറ്ററെ വല്ലാത്ത സംസാരിക്കല്ലിട്ടോ. എൻ്റെ മൈക്ക് ഞാനായിട്ട് വെച്ചു അതാണ്ടായിരുന്നു അല്ലേ? ഇൽമിൻ്റെ സദസ്സിൽ ആരും അതിൻ്റെ ബഹുമാനത്തിലിരിക്കണം. അത് ഓപ്പറേറ്റർ ആരും വേണ്ടിയില്ല,
ആരാലും വേണ്ടില്ല. ഇൽമിൻ്റെ സാസിന് ഒരു ബഹുമാനുണ്ട്. ആ ബഹുമാനം ആരും വിടരുത്. ഞാൻ കുറേ നേരമായി ഇടങ്ങണിട്ട് നോക്കണം. അതാണ്. അല്ലാതെ ഈ പണിക്ക് എന്നെ മേലാലും ഇങ്ങോട്ട് വിളിക്കരുത്. ഇൽമിൻ്റെ സാസിൽ എല്ലാവരും ബഹുമാനിച്ചിരിക്കുന്നത്. കാരണം ഇസ്ലാമിൻ്റെ ബേസ് അദബാണ്. അതില്ലാത്തൊരു പണിയില്ല. അദബ് ഇല്ലാത്തൊരു പണിയില്ല. കുറേ ചെയ്യലല്ല, അദബിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി നമ്മൾ മരിച്ചാൽ നാളെപ്പോൾ ഖബറിലായി. നാളെപ്പോൾ ഒരു രാവിലെ ഖബറിലായാൽ 2-3 മണിക്കൂർ വലിയ കുഴപ്പമില്ലാതെ, പിന്നെ മേലെ മൂടല്ല, അതിൻ്റെ മേലെ മണ്ണല്ലേ. ഈ ചൂടുള്ള സമയത്ത് എത്ര എങ്ങനെ നിൽക്കുക? അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ശരീരം എങ്ങനെ വെള്ളത്തിലിട്ട കുമ്പളങ്ങന്മാരിങ്ങനെ പൊതിയാൻ തുടങ്ങും. ഏത് നമ്മളെ ഈ ശരീരമാണ് ഈ പറയുന്നത്. ശരീരം മുടിയൊക്കെ ഇങ്ങനെ ചായാൻ തുടങ്ങും. ഏത് മുടി? ഇപ്പോഴത്തെ കുട്ടികളാ മുടി ഉണ്ടല്ലോ, ആ സൈഡൊക്കെ ചെത്തിയിട്ട് നടുവിൽ ഇങ്ങനെ മരക്കൊത്തിൻ്റെ തലമൊക്കെ നോക്കിയാൽ മതി. അതും എന്താ ഇപ്പോഴത്തെ കുട്ടികളെ അവസ്ഥാരങ്ങൾ. 4 ദിവസം ഒരു വാതിന് പോയപ്പോൾ ഒരാളെ ഒരു ചെറിയ കുട്ടീനെ പനിച്ചിട്ട് മന്ത്രിക്കാൻ കൊടുന്നു. എന്തേന്ന് ചോദിച്ചു. അപ്പം എന്നോട് തന്നെ അയൽവാസി ചെക്കൻ്റെ മുടിയുണ്ട് പേടിച്ചാണെന്ന്. ചെക്കൻ ചേർക്ക് ഇവനിങ്ങനെ ബുള്ളറ്റുമ്പോൾ കയറിയിട്ട് ഷാട്ടാക്കണ ഈ കുട്ടി തൊട്ടിണീ ചോക്കിയപ്പോൾ ഇത് ദജ്ജാലാന്നായിട്ട് കരുതിയിട്ടുണ്ടാവും. അജാതി മുടിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കുട്ടികൾക്ക് പനി വരുന്ന മുടി. പാൻറ് ടൈറ്റ് പാൻറ്, എണ്ണയും തൈലിട്ട് ഉയ്യാതെ കയറൂല. ഇടുങ്ങിയ പാൻറ്. ഒരു എറുമ്പൊക്കെ അടിയിൽ വന്നിട്ട് കയറണമെങ്കിൽ കോളിംഗ് ബെല്ല് അടിക്കേണ്ടി വരും. ഞങ്ങോട്ട് കയറട്ടെ. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. മുമ്പ് ആനക്കാല് മാതിരിയായിരുന്നു. വലിയ തളപള പാൻറ്, അതിൻ്റെ ഉള്ളിൽ ഒരു പൂച്ച കയറിയിരുന്നാലും അറിയില്ല. ഇപ്പം അങ്ങനെയല്ല, ഒരു ഉറുമ്പിന് കയറാൻ വയ്യ. ടൈറ്റ് പാൻറ്. അതിങ്ങനെ കിടക്കണതോ ഊരമെന്നൊക്കെ സവാരി ചെയ്തിട്ട് ഇല്ല ഹദ്രത്ത് ഡാഷ് വരെ എത്തിക്കണം. ഇപ്പോൾ ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് പാൻറ്. ആ സ്ഥലം അങ്ങനെ ആയതുകൊണ്ട് അങ്ങാടി അരപ്പാകണില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുടി അങ്ങോട്ട് നോക്കിയാലോ തന്നെ ബൈക്കോൽ കൊണ്ട് ഏറ്റിവെച്ച മാതിരി, ഇളനീര് ചെത്തിവെച്ച മാതിരി ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ പോവാണ് ബുള്ളറ്റമ്മ കയറിയിട്ട് ഹൈവേ റോട്ടിൽ പൊന്തിക്കണ തവളൻ്റെ മാതിരി. എന്നാ ജീവിതമായി എന്നാണ് ഇപ്പൊ ചെറുപ്പക്കാര് കരുതിയത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ പൊന്നുമോനെ, മറക്കണ്ട. കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയും മേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയും മേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. കൊട്ടാരക്കോട്ടകൾ കെട്ടി പട്ടാളക്കാവല് നിർത്തി. കൊട്ടാരക്കോട്ടകൾ കെട്ടി പട്ടാളക്കാവല് നിർത്തി. കബറിലേക്കുള്ളൊരു പോക്ക് കൽബിൽ നീ ഓർത്തൊന്ന് നോക്ക്. തൊട്ടിലാടിയ കുട്ടി പച്ചമണ്ണോട് നീ പിന്നെയൊട്ടി. മറക്കണ്ട ചെറുപ്പക്കാരെ, മറക്കണ്ട പെങ്ങന്മാരെ. ഇന്ന് രാത്രിയിൽ മരിച്ചാൽ നാളാതാ കബറിൽ കിടക്കുമ്പോ അല്ലാ വൈകുന്നേരമാകുമ്പോഴേക്ക് ശരീരം മാറുകയാ. പിറ്റേന്ന് കണ്ണങ്ങ് തക്കാളി പോലെ ചീഞ്ഞ് ഉരുണ്ട് വീർക്കുകയാ. അതാ 3-ാമത്തെ ദിവസം ഈ ഉരുണ്ട് ചീഞ്ഞു പോയ കണ്ണ്, ചീഞ്ഞു നാറുന്ന കവിളിങ്ങ് തൂങ്ങിയിട്ട് കണ്ണിലതാ കണ്ണിന്റെ കുഴിയിൽ നിന്ന് കണ്ണുകൾ 2 കോട്ടിയെപ്പോലെ ഉരുണ്ടു പോവുകയാ. ഈ കണ്ണ് തൽസ്ഥാനത്ത് നിന്നങ്ങ് ഉരുണ്ടു പോയാ അവിടെ 2 ഗുഹയായി മാറുന്നതാ. ആ ഗുഹയിലേക്ക് ചെറുതും വലുതുമായ പുഴുക്കളങ്ങ് കയറുകയാ. കബറെന്ന് കേട്ടാൽ തൽക്ഷണ ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസമാന.
ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതില് സന്തോഷമാണ് അവർക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമില് സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. അല്ലാഹു ആരാരും തുണയില്ലാത്ത തണലില്ലാത്ത ആരാരും സെക്യൂരിറ്റി ഇല്ലാത്ത ഖബറിന്റെ ഏകാന്തതയുടെ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട തടവറയിലങ്ങ് താഴ്ത്തപ്പെട്ട ഇബ്നു മസ്ഊദ് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ആദ്യമായി കാണുന്ന മലക്ക് ഏതാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അത് റൗമാൻ എന്ന മലക്കിനെയാ. ഇബ്നു മസ്ഊദ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ മലക്കളും ആ മലക്ക് വന്നിട്ട് പഠിച്ചവനെ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കാനുള്ള കാര്യമാണ്, നീ സലാമത്താക്കി തരണ റബ്ബേ. അള്ളാഹു എവിടെ നീ സലാമത്താക്കി തരണ റബ്ബേ, ഞങ്ങൾ അവിടെ നീ കൊടുക്കല്ല റബ്ബേ. ബഹുമാനപ്പെട്ട തങ്ങളിപ്പാപ്പ പറഞ്ഞില്ലേ, അദാബും സവാബും അതൊക്കെ നിൻ്റെ സൗകര്യമാണ്. നീ തെറ്റ് ചെയ്തുകൊണ്ട് നീ ഒരാളെ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തേ ഓനെ ശിക്ഷിക്കാഞ്ഞെന്നുള്ള നിന്നോട് ആരും ചോദിക്കൂല. അതുകൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ ദുനിയാവിലും ആഖിറത്തിലും നീ വഷളാക്കല്ലേ അല്ലാ, ഇസ്സത്തിലാക്കണേ അല്ലാ. അള്ളാഹുവെ പാവങ്ങളെ സഹായിക്കുന്ന ഒരു കൂട്ടം ഗുണകാംക്ഷികൾ വിളിച്ചപ്പോൾ വന്ന് സംസാരിക്കുകയാണ്. ഈ സദസ്സിന് നീ ഹായിബാക്കല്ലേ തമ്പുരാനെ, നീ കബൂലാക്കണേ അല്ലാ. റഹ്മാൻ മക്കളെ അവിടുന്ന് സംസാരിക്കല്ലേ മക്കളെ, അവിടുന്ന് മിണ്ടരുതിട്ടാ, വർത്താനം പറയരുതിട്ടാ. നീ പറയാം റഹ്മാനെ എന്ന മലക്കുകളൊക്കെ നോക്കും, മയ്യത്തിനെ പിടിച്ചിരുത്തും. പഠിച്ചോനെ ആ രംഗം അങ്ങനെ കൽബ് കാണുകയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കി, അല്ലാതെ അപ്പുറത്തേക്ക് പറയാൻ കഴിയാത്തതുകൊണ്ടല്ല. ആ പിടിച്ച് ഇരുത്തുന്നതും കുലിക്കണമൊക്കെ ഒന്ന് കൽബിൽ ഇങ്ങനെ കണ്ടു നോക്കി. എന്നിട്ട് പറയാ, എടാ ദുന്യാവിൽ ചെയ്തു കൂട്ടിയൊക്കെ ഒന്നാണ്ട് എഴുതുന്നു. അതാണ് പരീക്ഷ എന്ന് പറഞ്ഞത്. അതാണ് പരീക്ഷ. പരീക്ഷ നേരിടുന്നവരും പരീക്ഷ എഴുതിയവരും എഴുതാനുള്ളവരും പഠിക്കണവരും പഠിപ്പിക്കണവരും ഒക്കെ ചിന്തിച്ചോളൂ, ഇതാണ് പരീക്ഷ. ദുന്യാവിൽ ചെയ്തതൊക്കെ ഉണ്ട് എഴുത്. അപ്പം മയ്യത്ത് പറയാലോ, എഴുതാൻ എൻ്റെ അടുത്ത് പേപ്പർ ഇല്ലല്ലോ എന്ന് നോക്കണം. നിങ്ങൾ ഒന്ന് പിടിച്ച് നിൽക്കാൻ നോക്കണം. മൂപ്പര് എഴുതാൻ പേപ്പർ ഇല്ലല്ലോ, പേനില്ലല്ലോ, മഷിയില്ലല്ലോ എന്ന് മയ്യത്ത് റഹ്മാനോട് പ്രതികരിക്കുമെന്ന് മുഹമ്മദ് നബി. അപ്പോഴേ നമ്മളവിടുത്തെ ആൾക്കാരൊന്നല്ല, അത് അള്ളാന്റെ ഉദ്യോഗസ്ഥന്മാർ. അവരെ ഉരുളക്ക് ഉപ്പേര് മാരി തരും കേട്ടോളൂ. എന്താ തരുമെന്നറിയോ? ഇത് മയ്യത്ത് പറയുമ്പോൾ മലക്ക് റഹ്മാൻ മറുപടി പറയും, ഹൈഹാത്ത ഹൈഹാത്ത കഫനുക ഖിർതാസുക വഖലമുക ഇസ്ബഉക വരീഖുക ദിമാഉക. എടാ എഴുതാൻ പേപ്പർ ഇല്ല എന്നോ? കഫൻ തുണിയില്ലേ? കഫൻ തുണി ഇപ്പൊ മനസ്സിലായില്ല എന്തിനാ കൊണ്ടുപോകണെന്ന്? പോച്ചും കൂടി കിടന്നുറങ്ങാനല്ല, എഴുതി കൂട്ടാനാ. പരീക്ഷക്ക് പോവന്നെയാണ്. അതെ, പേപ്പർ കൊണ്ടുപോകണായി കഫൻ തുണി കൊണ്ടുപോവുക, ഇത് എഴുതാനാണ്. അപ്പോൾ ഒരാൾക്ക് തോന്നിയിട്ടുണ്ടാവും, എന്നാൽ പിന്നെ അള്ളാനെ കൊടുക്കാൻ നല്ലൊരു പണിയുണ്ട്, കഫൻ തുണി ഇല്ലാതെ പോയാൽ മതിയെന്ന്. അതൊരു കുട്ടി പണ്ട് മാഷോട് പറഞ്ഞായിരിക്കാം. മാഷ് പാമ്പുകളെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ 8 അടി മൂർഖനെ കുറിച്ച് ചർച്ച വന്നു. അപ്പം മാഷ് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു, അതിൻ്റെ വിഷം വലിയ കടുപ്പാണ്, കടിച്ചാൽ 8 അടിയേ നടക്കുള്ളൂ, പിന്നെ നടക്കൂല, മരിക്കും എന്ന് പറഞ്ഞു. അതിൽ കുട്ടി പറഞ്ഞേ, സന്തോഷമായി സാറേ, നിങ്ങൾക്ക് ചായ മേടിച്ചു തരാൻ. എന്താ ഏത് മൂർഖനെയും പിടിക്കാൻ ഇപ്പം എനിക്ക് ധൈര്യം കിട്ടി, മരിക്കാതിരിക്കാനുള്ള നല്ലൊരു വഴിയുണ്ട്. എന്താ വെച്ച് 7 അടി നടന്നിട്ട് പിന്നെ സൈക്കിളുമ്പോൾ പോയാൽ മതി, നടക്കുമോ? എന്നെ പോലത്തെ ഒരു തമാശയാണ് കഫൻ തുണി ഇല്ലാതെ പോയാൽ മതി എന്ന് പറയണത്. കഫൻ തുണി ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് സംവിധാനം ഉണ്ടാവും. കേട്ടോളൂ, ഹദീസ് കേട്ടോളൂ. മയ്യത്തിന്റെ ശരീരത്തിൽ കഫൻ തുണി കണ്ട് കീറിയിട്ട് റഹ്മാൻ അങ്ങോട്ട് കൈ കൊടുക്കും, എഴുതൂടെന്ന് അറിയും. ഇനി കേട്ടോളൂ, പിന്നെ പേനയല്ലേ, വഖലമുക ഇസ്മഉക, നിന്റെ കയ്യിന്റെ വിരലുകൾ പേനയാ. ഇനി മഷിയല്ലേ, വരീഖുക ദിമാഉക, നിന്റെ ഉമിനീര് മഷിയാ. ഒക്കായി, പേപ്പറായി, പേനയായി, മഷിയായി. ഫയജഅലുൽ അബ്ദു അയക്തുബ. അപ്പൊ ഈ മയ്യത്ത് ഇരുന്നിട്ട് അങ്ങോട്ട് എഴുതാൻ തുടങ്ങും മുഹമ്മദ് മുസ്തഫ. ഫഹീനഇദിൻ ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. ഒറ്റ ദിവസം ചെയ്ത കാര്യങ്ങൾ
ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തത് വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓർമ്മാകുന്നത് പോലെ 100 കൊല്ലം 200 കൊല്ലം ജീവിച്ചവനും ആ ഇരുത്തത്തിൽ ഓൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൽബാകുന്ന സ്ക്രീനിലേക്ക് ചിത്രങ്ങളായിട്ട് വരും. കുറച്ചോനെ അങ്ങനെ എഴുതും. അപ്പം നല്ലത് എഴുതാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓതിയത്, ജമാഅത്തിന് പങ്കെടുത്തത്, പാവങ്ങളെ സഹായിച്ചത്, സേവിച്ചത്, സൗകര്യം ചെയ്തത്, കാരുണ്യ പ്രവർത്തനം നടത്തിയത്, സ്വതക്ക ചെയ്തത്, സുബ്ഹാനല്ലാഹ്, ഹജ്ജ്, ഉംറ, ദിക്ർ, ഫിക്ർ, ശുക്ർ, സബർ, അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാതെ സിനിമ കണ്ടത്, വ്യഭിചരിച്ചത്, പലിശ നക്കിയത്, പെണ്ണിനെ ചാടിച്ചുകൊണ്ടത്, പലിശ, ചുണ്ടിൻ്റെയും പല്ലിൻ്റെ അടിയിൽ എളാപ്പ കാണാതെ അപ്പം പാമ്പരാഗ് തിരികിയത്, ഇങ്ങനെ ഓരോന്ന് എഴുതി കൂട്ടിയിട്ട് കിടക്കേണ്ട അവസ്ഥയിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒക്കെ എഴുതും, ഒക്കെ എഴുതും. എഴുതി കഴിഞ്ഞാൽ കേട്ടോളൂ, ഈ കഫൻ തുണി എന്താ ചെയ്യാന്നറിയോ? കഫൻ തുണി ഇങ്ങനെ ചിറ്റിയിട്ട് ഒരു മാലയാക്കും റഹ്മാന്, എന്നിട്ട് മയ്യത്തിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കും. അതാണ് ഇന്ന് ഖുത്ബയിൽ നിങ്ങൾ കേട്ട ആയത്തിന്റെ പൊരുൾ. കുല്ല ഇൻസാനിൻ അൽസംനാഹു തൈറഹു ഫീ ഉനുഖിഹി. ഏത് മനുഷ്യന്മാരുടെയും പെരടിയില് അവന്റെ പ്രവർത്തനങ്ങൾ കെട്ടിത്തൂക്കുന്നതാ എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് റഹ്മാൻ പറയും ടാറ്റാ ബൈ. അത് പറയില്ലട്ടോ, ഞാൻ അവിടുന്ന് ഇംഗ്ലീഷ് കേൾക്കാതിരുന്ന എനിക്ക് ഫോൺ ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ പോവാണ്. ഇനി റഹ്മാന് പോവും. ഞാന് മുങ്കർനക്കീന്റെ റോള്. സുബ്ഹാനല്ലാഹ്. മലക്കാനി അസ്വദാ യഖ്രിഖാനിൽ അർള ബിഅന്യാബിഹിമാ വശുഊറുൻ ലഹുമാ ശുഊറുൻ മസ്തൂലാ വസൗതുഹുമാ കറാദിൽ ഖാസിഫി വനഫസുഹുമാ കർനിൽ അസ്ഫി വഫീ യദി കുല്ലി മിൻഹുമാ മിഖ്മഉം മിൻ ഹദീദ് ലൗ ദുരിബ ബിഹി അലമു ജബലിൽ ലജഅലഹു ദക്കാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ കരുത്തിരുണ്ട ഭീകരമായ ബീഭത്സകമായ പ്രേതങ്ങളാ, വലിയ കാട്ടാള രൂപത്തിലുള്ള പേടിപ്പെടുത്തുന്ന ഭീകരമായ കരിങ്കാളക്കൊട്ടുകളാ. ഭൂമിയിലേക്ക് അടിച്ചു നീണ്ട മുടിക്കെട്ടുകളാ അവർക്കുള്ളത്. ആ ഭീകരമായ നീണ്ടുകിടക്കുന്ന മുടിയും വലിച്ചുകൊണ്ടാ ഖബറിലേക്ക് അവര് പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാ അല്ലാ, ആനക്കൊമ്പുകളെ പോലെയുള്ള തേറ്റപ്പല്ലുകളാ. ആ വലിയ ആനക്കൊമ്പുകളെ പോലെയുള്ള തേറ്റപ്പല്ലുകളെ കൊണ്ട് ഭൂമി കടിച്ചു കയറിയിട്ട് ഖബറിൽ അവര് പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാ അല്ലാ, എന്റെ വാളുകൾക്കുന്ന പെങ്ങളെ, വാളുകൾക്കുന്ന ഉമ്മ, വാളുകൾക്കുന്ന ചെറുപ്പക്കാരാ, ഇതേതെങ്കിലും സാഹിത്യകാരന്റെ ഭാഷ ഞാൻ കടമെടുത്തുകൊണ്ട് പറയുകയല്ല. ഇത് തെറ്റാത്ത നാക്കിൽ നിന്ന് ലോകം കേട്ടതാ. ഇത് മുത്തുനബിയുടെ വാക്കാ. ലോകത്ത് എന്ത് തെറ്റിയാലും ഇത് തെറ്റൂല. അല്ലാഹുവിന്റെ റസൂല് പറയട്ടെ, വസൗതുഹുമാ കർനാദിൽ ഖാസിഫീൻ. അവരുടെ ശബ്ദമില്ല, ശക്തമായി ഇടിവെട്ടുന്ന ശബ്ദമാണ്. വനഫസുഹുമാ കർനിൽ അസ്ഫി. അവരുടെ ശ്വാസമില്ല, ചുഴലി കൊടുങ്കാറ്റിന്റെ ഭീകരമായ ശബ്ദമാണ്. ഈ മുങ്കറിന്റെയും നക്കീറിന്റെയും കയ്യില് കൂർത്ത മൂർത്ത ഇരുമ്പിന്റെ വടികളുണ്ട്. അല്ലാഹുവേ, എന്താണ് ആ വടിയുടെ മൂർച്ചയെന്നറിയോ? ആകാശത്തിന്റെ അമ്പളിക്ക് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന വലിയ പർവ്വത പാറക്കെട്ടുകൾക്ക് മുകളില മുങ്കർ നക്കീറിന്റെ കയ്യിലുള്ള ഇരുമ്പിന്റെ ദണ്ടുകൊണ്ടൊന്ന് തട്ടിയതെങ്കിലോ ആ വലിയ പർവ്വത പാറക്കെട്ടുകൾ അടിഞ്ഞമർന്നു തകർന്നു തരിപ്പണമാകുമെന്ന് അല്ലാഹുവിന്റെ മുത്തേ, ലോകത്തിന്റെ സ്വത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ മലക്കുകൾ വന്നിട്ടാണ് മൻ റബ്ബുക എന്ന് ഖബറിൽ ചോദിക്കുന്നത്. അല്ലാഹു റബ്ബി എന്ന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ അപകടം അവിടെ നിന്ന് തുടങ്ങി. ഇത് ജീവിതമല്ല, ഇത് ജീവിതമല്ല. ഇവിടെ ആർക്കൊരു സുഖമില്ല. ഇവിടെ എന്ത് സുഖമുള്ളത്? ഒരു സുഖമില്ല. ക്യാൻസർ, അറ്റാക്ക്, പന്നിപ്പനി, പക്ഷിപ്പനി, ഡെങ്കിപ്പനി, തക്കാളിപ്പനി, കുമ്പളങ്ങാപ്പനി, പെടുന്നന മരണം, അതിനിടക്ക് മാരണം, അതിനിടക്ക് അപകടം, അതിനിടക്ക് എന്തെല്ലാം. അതിൻ്റെ അടിയിൽ കുറച്ച് ചോറയിക്കണം, മൂത്രയിക്കണം, ഇങ്ങനെ പോകണം. ഇവിടെ സുഖമുണ്ടോ? ഒരു സുന്ദരി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നാളെ ഓള് പ്രായമായില്ലേ, അതിൻ്റെ മുടി നിറച്ച് തൊലി ചുളിഞ്ഞ് നടുവൊടിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അങ്ങോട്ട് നോക്കുക? തൊള്ളറിഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ മന്ത് മാതിരിയല്ലേ? പിന്നെ എന്തിനാ?
ഇവിടെ സുഖിക്കാനുള്ള വിടൂല. സുഖം സ്വർഗത്തിലാണ്. അവിടെ പെണ്ണുങ്ങൾക്ക് പ്രായം കൂടൂല, മുടി നിരക്കൂല. അവിടെ ജലദോഷമില്ല, വേർപ്പില്ല, മൂത്രമില്ല, ടോയ്ലറ്റ് ഇല്ല. അവിടെ പന്നിപ്പനും പക്ഷിപ്പനും ഡെങ്കിപ്പനും ഇല്ല. അവിടെ എല്ലാവർക്കും കള്ള് കുടിക്കാൻ കിട്ടും. അതുകൊണ്ട് കള്ള് കുടിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൂട്ടർ ഇവിടെ അല്ല, അവിടേന്ന്. ഇവിടെ അല്ല, അവിടുത്തെ കള്ള പറഞ്ഞത്. ഇവിടുത്തെ ഇച്ചിരി ഹാമി എന്ന് പറയാൻ നിൽക്കണ്ട. ഇതല്ല, അവിടെയാണ്. അവിടെ എല്ലാവർക്കും കള്ള് കിട്ടും. ഇവിടുത്തെ കള്ളല്ല, അവിടുത്തെ കള്ള്. അത് കുടിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറയാതെ കുടിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നും കൂടി ആമീൻ പറയാം, അല്ലാഹു കുടിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ.